ഞങ്ങള് BJP കേരളത്തിന്റെ ഒരു ഡെലിഗേഷൻ പ്രസിഡന്റായ കുമ്മനം രാജേട്ടൻ, വി മുരളീധരൻജി, ദാസേട്ടൻ, ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണിയും അഡ്വക്കേറ്റ് സുരേഷും ഞങ്ങളെല്ലാവരും ഗവർണറിനെ കണ്ടു. അദ്ദേഹത്തിനൊരു കൃത്യമായ ഒരു റെപ്രസെന്റേഷൻ ഇന്ന് ഞങ്ങൾ കൊടുത്തു. ഇതിന് ശബരിമലയിൽ നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഓഫ് കേരള അതിന്റെ ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞങ്ങളൊരു കോംപ്രിഹെൻസീവ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ റെപ്രസെന്റേഷനിൽ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഡെസൊല്യൂഷൻ 1 നമ്പർ. രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഓഡിറ്റിന്റെ 30 കൊല്ലമായിട്ട് റിപ്പോർട്ട് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുക. 3ാമത്തെ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് CAG അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് 30 കൊല്ലമായിട്ട് ദേവസ്വം ബോർഡും അമ്പലത്തിന്റെ ഓഡിറ്റ്, ആസറ്റും അതിന്റെ ഓപ്പറേഷൻസിന്റെ ഓഡിറ്റ് നടത്തണം. 4ാമത്തെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വഴി ക്രിമിനൽ കേസസിന്റെ ഇൻവെസ്റ്റിഗേഷനും നടക്കണം. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ റെപ്രസെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒപ്പം മിഞ്ഞാന്ന് നടന്ന കോട്ടയത്തിൽ നടന്ന BJP പ്രവർത്തകരുടെ ആക്രമണം, വാസുവൻ ദേവസ്വം മിനിസ്റ്ററിന്റെ വീട്ടിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് പോയ BJPന്റെ ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ചെയ്ത BJP പ്രവർത്തകരുടെ SFIയും CPM-കാരും ഉപദ്രവിച്ച അതിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പോയി കണ്ടു. അദ്ദേഹം ഇതെല്ലാം കേട്ടു. ഞങ്ങൾ സീരിയസ്നെസ് ജനങ്ങളുടെ പേരിലും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ദേഷ്യവും അവരുടെ എന്താ പറയാ, ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ വീഴ്ച എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതൊരു വീഴ്ചയല്ല, ഒരു കൊള്ളയാണ്, ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ഒരു ഞങ്ങളുടെ ഫെയ്ത്തിനെ ലംഘിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാം കേട്ടു. ഈ സ്റ്റേറ്റ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നുള്ളതാണോ BJP? ഇല്ല, നോക്കൂ, ഇല്ല, തൃപ്തരല്ല. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നു? മിന്നാന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞു ഡൽഹിയിൽ? ഇത് വീഴ്ചയാണെന്നല്ല പറഞ്ഞു. 4.5 kg സ്വർണം ശബരിമല ഒരു അമ്പലത്തിന്റെ 4.5 kg സ്വർണം മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത്, സാധാരണ ജനങ്ങൾ കാണുന്നത് ഇതൊരു കൊള്ളയാണ്, ഒരു ഏറ്റവും അൺഅക്സെപ്റ്റബിൾ ഒരു എക്സ്പ്ലോയിറ്റേഷനും എന്താ പറയാ, ഒരു ഇൻസൾട്ടാണ് അത്. ഞങ്ങൾ ഈ വശത്ത് ഇങ്ങനെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹി പോയി പറഞ്ഞ എന്താണ്, ഇതൊരു വീഴ്ചയാണെന്ന്. അപ്പോ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു പോറ്റിയോ ഗീറ്റിയോ ആരുടെ ഒരു ചെറിയൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കും, അത് സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, BJP-ക്കാർ മാത്രമല്ല, ഇത് വിശ്വാസികൾ എല്ലാവരും, മൊത്തം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരു 0 ഫെയ്ത്ത് ആണ് മുഖ്യമന്ത്രിന്റെ ഇൻവെസ്റ്റിഗേഷനോ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഞങ്ങളോട് ചോദിച്ചാൽ ഒളിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നിസ്സാരമായ ഒരു വീഴ്ചയായിട്ട് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് കൃത്യമായി ഞങ്ങളുടെ മനസ്സിലുണ്ട്. പറഞ്ഞത് ഇതിനെ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻസി, കേരള പോലീസ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാല് ഇതിന്റെ ക്രിമിനൽ എലിമെന്റ് പുറത്തു വരുന്നത്. SIT ആരാണെന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. SIT കേരള പോലീസാണോ? ആഭ്യന്തരമന്ത്രി ഇവിടെ ആരാണ്? മുഖ്യമന്ത്രിയല്ലേ? പിന്നെ എങ്ങനെ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്നു? SIT വിശ്വാസമില്ല. അല്ല, അങ്ങനെയല്ല. SIT ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ലല്ലോ, കോർട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ SIT എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്
ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഈ 30 കൊല്ലം നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞത്. കോർട്ടിലൊരു കേസ് പറഞ്ഞാൽ സ്വർണ്ണ കൊള്ള, ശബരിമലന്റെ കൊള്ള മാത്രം. ഇത് എപ്പോ തുടങ്ങി, ഇത് ആര് തുടങ്ങി? 1998 ഗ്ലോബൽ പ്ലേറ്റ് ചെയ്ത ശബരിമലയിൽ ഈ കൊള്ള എപ്പോ തുടങ്ങി? അതിന്റെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ. ശരി, മറ്റൊരു കാര്യം കൂടി, ഈ മകന് സമരത്തിനകത്ത് പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാത്തത് BJPയും CPM തമ്മിലുള്ള ഡീലിംഗ്സ് ആണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, ഈ കോൺഗ്രസ് പറഞ്ഞത് എപ്പോഴാണ് സത്യമായിട്ട് നിങ്ങൾ കാണുന്നത്? കോൺഗ്രസ്സുകാര് എത്രയോ കാലം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവര് ഓരോന്നിങ്ങനെ പറയും, ശ്രദ്ധ തിരിക്കാൻ അവര് എന്തെങ്കിലും പറയണം. പിടിക്കുന്നത് അവര് പറയട്ടെ. അല്ല, അത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഏജൻസിയും ജഡ്ജസും ജുഡീഷ്യൽ പ്രോസസ്സ് നടക്കട്ടെ. അതിനെന്തിനാണ് കോൺഗ്രസ് വന്ന് ചാടി അതിന് ന്യായീകരിക്കാനോ? അത് അവരോട് ചോദിക്കൂ, അത് ഏജൻസിയോട് ചോദിക്കും. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കാര്യം, അത് ഏജൻസിയോട് ചോദിക്കേണ്ടത്, ജഡ്ജിമാരോട് ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് കൃത്യമായി അറിയുന്നത്, ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിന്റെ കുടുംബത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. അത് എക്സാലോജിക്കാണോ ലാബിലാണോ അത് നടന്നിട്ടുണ്ട്. കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിൽ അത് ഒരു ഫീലിംഗ് കയറിയിട്ടുണ്ട്. മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് BJPക്ക് ആവശ്യപ്പെടാമല്ലോ, സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് ആവശ്യപ്പെടാമല്ലോ. അല്ല, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ല, ഞങ്ങൾ എല്ലാ അഴിമതി കേസിന്റെ മുമ്പോട്ട് പോകണം. അവര് കൃത്യമായി ചെയ്തവരെല്ലാം ജയിലിൽ പോകണമെന്ന് ഞങ്ങൾ വളരെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഞങ്ങളല്ലല്ലോ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് കോർട്ട് പ്രോസസ്സും ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് അല്ല, അവരുടെ കാര്യങ്ങൾ അവരല്ലേ ചെയ്യേണ്ടത്. ഞങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്? 2023 ED നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസിൽ പിന്നെ ED ഫർദർ ആക്ഷൻസിലേക്ക് പോയിട്ടില്ല. താങ്കൾ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്, അതാണോ? എന്റെ കേന്ദ്രമന്ത്രി, ഞാൻ സ്കിൽ മിനിസ്റ്റർ ആയിരുന്നു, IT മിനിസ്റ്റർ ആയിരുന്നു. ED എന്റെ കീഴിലല്ലോ. അല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രശ്നം അറിയാം, അതിന്റെ ഉത്തരം അറിയാം, എന്തിനാണ് ചോദിക്കുന്നത്? ശരി, നമസ്കാരം. NDA കാണുന്നതും ഞങ്ങൾ BJPയിൽ കാണുന്നത് ഈ 2 ഇലക്ഷൻ നിർണായകമായ, ഈ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇനി മത്സരിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു. ഇനി മത്സരിച്ച് ജനങ്ങൾക്ക് വേണ്ട മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ് ഈ 2 ഇലക്ഷൻ. വികസിത ഭാരത് നരേന്ദ്രമോദിജി കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ ഇവിടെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം, മാറ്റം കൊണ്ടുവന്ന് വികസിത കേരളം സൃഷ്ടിക്കണം എന്ന് NDAന്റെ ലക്ഷ്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അത് NDAക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. NDAക്ക് മാത്രം അതിന്റെ കഴിവും താല്പര്യമുള്ളൂ എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കറപ്ഷൻ ഫ്രീ ഗവർണൻസ്. 11 കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ച പോലെ തന്നെ ഒരു അഴിമതിയും കേസും ഒരു സ്കാം ഇല്ലാത്തൊരു ഭരണം ഇനി പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും സ്റ്റേറ്റിലും NDA കൊണ്ടുവരും. നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവരും. നിക്ഷേപം കൊണ്ടുവന്നാൽ അവസരങ്ങൾ സൃഷ്ടിക്കും. കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കോളേജസ്, അവിടുന്ന് പഠിച്ച് നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയം. നിക്ഷേപം ഇവിടെ വന്നാൽ, ബിസിനസ് ഇവിടെ കേരളത്തിൽ വന്നാൽ അവർക്ക് നന്നായി പ്രവർത്തിക്കാനും ഗ്രോ ചെയ്യാൻ ഒരു സാഹചര്യം, ഒരു ഗവൺമെന്റ് സിസ്റ്റം. നോക്കുകൂലിയും ഈ അക്രമ രാഷ്ട്രീയത്തിന് പേടിച്ച് വരാത്ത ബിസിനസിന്റെ ആ ഒരു സിസ്റ്റം മാറ്റി ഒരു പ്രോ ഇൻവെസ്റ്റ്മെന്റ്, പ്രോ ജോബ്സ്, പ്രോ ഓപ്പർച്യൂണിറ്റീസ് കേരളമാക്കി മാറ്റാനാണ് NDAന്റെ കാഴ്ചപ്പാടും ഈ വികസിത കേരളം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട്.